നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന പഴയ പാർട്ടി ലൈൻ ഓർമ്മിപ്പിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ആ ഡയലോഗ്. അതിൻ്റെ പൊരുളറിയാൻ പോളണ്ടിലേക്കൊന്നും പോകേണ്ടതില്ല. വാളയാർ ചുരം കടന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കെത്തുന്ന കോയമ്പത്തൂരേക്കോ മധുരയിലേക്കോ പോയാൽ മതി. അവിടങ്ങളിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ് CPM സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം രാഹുലിൻ്റെ രാഷ്ട്രീയ മാന്യത അളക്കാനാകുമോ? സഖ്യം പൊളിച്ചുപോയ അഖിലേഷിനെയോ മായാവതിയെയോ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചൊന്നും രാഹുൽ ഗാന്ധി ഇതുവരെയും ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. വോട്ട് കഴിഞ്ഞാൽ ആരൊക്കെ രാഹുലിന് കൈകൊടുക്കും, മോഡിക്ക് താമരഹാരം ചാർത്തുമെന്നതാണ് വിഷയം. ഇതേപ്പറ്റി പരിശോധിക്കുന്നു രാഷ്ട്രം രാഷ്ട്രീയം. The CPM and the Congress have been locked in a fight in Kerala. This fight will go on. I understand that the CPM has to attack me. I understand that they have to fight me. But I am not going to say a word against the CPM. CPM എന്തൊക്കെ പറഞ്ഞാലും ഞാൻ CPM-നെ കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല. ഇങ്ങനെ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു മുൻഗാമിയുണ്ട്. ജവഹർലാൽ നെഹ്റു എന്ന രാഹുലിൻ്റെ മുതുമുത്തച്ഛൻ. സംഭവം 1955-ലാണ്. റഷ്യയുടെ നികിത ക്രൂഷ്ചേവും നിക്കോള ബുൾഗാനിനും ഇന്ത്യയിൽ വന്ന ചരിത്ര നിമിഷത്തിലെ നെഹ്റുവിൻ്റെ പ്രസംഗം തെരഞ്ഞെടുത്ത കൃതികൾ എന്ന പുസ്തകത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശത്രു എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലെന്നായിരുന്നു നെഹ്റു ആ യോഗത്തിൽ പ്രസംഗിച്ചത്. റഷ്യയിൽ പോയി മടങ്ങിവന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അജയ് ഘോഷ് കോൺഗ്രസിനെതിരായ നിലപാട് മയപ്പെടുത്തിയതിന് നെഹ്റു ആ വേദിയിൽ തന്നെ നന്ദിയും പറഞ്ഞു. നെഹ്റു അങ്ങനെ പറഞ്ഞെങ്കിലും നെഹ്റുവിൻ്റെ കാലത്തും പിന്നെ 2004 വരെയുള്ള കാലത്തും CPM എന്നും കോൺഗ്രസിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു. ഇന്ന് ഇരു പാർട്ടികൾക്ക് മുന്നിലുള്ളത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി പറയാണ് ഇടതുപക്ഷത്തിനെതിരെ ഒരു വാക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒന്നും പറയുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു സൗജന്യം വേണ്ട, പറഞ്ഞോളൂ. എന്താ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് പറയൂ. നിങ്ങളെ അനുയായികൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ലല്ലോ, പലതും ഒന്നും പറയാനില്ലല്ലോ. ഇനി നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയൂ. CPM കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു പാർട്ടിയല്ല. അതുകൊണ്ടാണ് രാഹുൽ CPM-നെ നിസാരമാക്കി കളഞ്ഞതെന്നാണ് വാദങ്ങൾ വരുന്നത്. CPM-നെതിരെ മാത്രമല്ല, SP-ക്കും BSP-ക്കും മമതയ്ക്കുമെതിരെ പോലും രാഹുൽ ഇതുവരെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അവരെല്ലാം അതാത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുകയാണ്. ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസ് നിലയില്ലാ കയത്തിലാണെങ്കിലും ചന്ദ്രബാബു നായിഡുവിനോട് അനിഷ്ടം കാണിക്കുന്നുമില്ല. TRS-നോടും പരസ്യമായ വാക്പോരില്ല. പോരാട്ടമെല്ലാം BJP-യോടാണ്. BJP തിരിച്ചും കരുതലോടെയാണ് ഇടപെടുന്നത്. ആക്രമണമെല്ലാം രാഹുലിന് നേരെ. कांग्रेस ने देश में अलगाववाद बढ़ाने के लिए, हिंसा को प्रोत्साहन देने के लिए, देश को गाली देने वालों को प्रोत्साहन देने के लिए भी एक योजना बनाई है. जो तिरंगे झंडे को जलाते हैं उसका अपमान करते हैं. जो आपकी तरह जय हिंद नहीं लेकिन भारत तेरे टुकड़े होंगे. ചോദ്യം ഇത്രയേയുള്ളൂ, ആരെല്ലാം ആർക്കെല്ലാം ഒപ്പം കൂടും? UP-യിലെ 80-ൽ 40 സീറ്റ് കിട്ടിയാൽ പോലും BJP-ക്ക് ഭരിക്കാൻ പുറമേ നിന്ന് പിന്തുണ വേണം. അതിന് ആരൊക്കെ വഴങ്ങും? നിതീഷിന് പുറമെ വീണ്ടും കൂടാൻ ആദ്യ സാധ്യത അടുത്ത കാലം വരെ ഒപ്പമുണ്ടായിരുന്ന ചന്ദ്രബാബു നായിഡുവിനാണ്. പക്ഷേ നായിഡുവിന്റെ സ്ഥിതി അത്ര സുരക്ഷിതമല്ല. തെലങ്കാനയിൽ നിന്ന് ചന്ദ്രശേഖർ റാവു ഒപ്പമെത്തും. പക്ഷേ അതുമാത്രം മതിയാകില്ല ഭരണത്തിന്. തമിഴ്നാട്ടിൽ AIDMK ഇത്തവണ ദയനീയ സ്ഥിതിയിലാണ്. പിന്നെ സീറ്റെണ്ണമുണ്ടാക്കാൻ സാധ്യതയുള്ള പാർട്ടികൾ SP-യും BSP-യും. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ രണ്ടു പാർട്ടികളെയും അടർത്തിയെടുക്കുക കഠിനമാണ്. DMK-യുടെ രാഷ്ട്രീയം തന്നെ ഇപ്പോൾ BJP വിരുദ്ധമാണ്. പിന്നെയുള്ളത് മമതയാണ്. 10 സീറ്റ് തികച്ചില്ലാത്ത പാർട്ടികൾ പോലും നിർണായകമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അവിടെ സംസാരം മുഖ്യശത്രുവിനെതിരെ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ വന്ന് പറഞ്ഞത്. ബംഗാളിലെ സഖ്യം മുറിഞ്ഞതും കേരളത്തിൽ മുഖ്യശത്രുവായി CPM നിൽക്കുന്നതൊന്നുമല്ല വിഷയം.
എല്ലാ പാർട്ടികളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. രാഹുൽ ഗാന്ധി പുറത്തിറക്കിയത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണോ? സംശയിക്കണം. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മാവോയിസ്റ്റുകളെ സഹായിക്കാനെന്നാണ്. ഭരണകൂടങ്ങൾക്ക് കാലങ്ങളായി കരുത്തു പകർന്നിരുന്ന നിയമങ്ങൾ പുനഃപരിശോധിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതിന് കാരണം. ഇന്ദിരയുടെ കോൺഗ്രസ് പറഞ്ഞത് ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നാണെങ്കിൽ രാഹുലിൻ്റെ കോൺഗ്രസ് ദാരിദ്ര്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ പുറത്തിറക്കിയ പ്രകടന പത്രികകളിലും പലയിടത്തും സമാനതകളുണ്ട്. ഈ ആശയങ്ങളിലൂടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെപ്പറ്റിയാണ് രാഷ്ട്രം രാഷ്ട്രീയത്തിൽ ഇനി. രണ്ടാഴ്ചക്കിടെ പ്രതിപക്ഷ പാർട്ടികൾ പുറത്തിറക്കിയ പ്രകടന പത്രികകൾ എടുത്തു നോക്കിയാൽ വിയോജിപ്പുകളേക്കാൾ കൂടുതൽ സമാനതകൾ. ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയാണ് ഓരോ വാചകവും. എക്സ്പ്രസ് ട്രെയിനും അതിവേഗപാതയും ബഹിരാകാശ നഗരവുമൊക്കെ പ്രഖ്യാപിച്ച് ഇനിയും വോട്ട് നേടാനാവില്ലെന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ പത്രികകൾ. രാഷ്ട്രചരിത്രത്തിലെ 7 പതിറ്റാണ്ടിന്റെ ബഹുഭൂരിപക്ഷം കാലത്തും ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് തന്നെ വീണ്ടും दारिद्र्य निर्मार्जनത്തെക്കുറിച്ച് പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. मैनिफेस्टो में 5 बड़े आइडिया हैं. हमारा हाथ का सिंबल है और 5 हमारे मेन थीम्स हैं. Do not want a single thing in this manifesto that is a lie, because we have been hearing large numbers of lies spoken every day by our prime minister. और ये कांग्रेस पार्टी की पहली गारंटी है कि हिंदुस्तान के 20% सबसे गरीब परिवारों को हर महीने उनके बैंक अकाउंट में कांग्रेस पार्टी की सरकार डायरेक्ट पैसा डालेगी. 1 साल में 72,000, 5 साल में 3,60,000. आज पूरा देश जानता है कि मनरेगा ने हिंदुस्तान की कितनी मदद की थी. तो हम मनरेगा के 150 दिन गारंटी करना चाहते हैं. 100 से अब हम 150 दिन गारंटी करना चाहते हैं कि नैरेटिव देश में रोजगार का है, किसानों का है और न्याय योजना का है. बीजेपी नैरेटिव को शिफ्ट करना चाहती है, मगर नैरेटिव शिफ्ट नहीं हो सकता है क्योंकि देश की सच्चाई बेरोजगारी है, देश की सच्चाई किसानों की बुरी हालत है. ഇന്ദിരയുടെ ഗരീബി ഹഠാവോയിൽ നിന്ന് വാർ അഗെയിൻസ്റ്റ് പോവർട്ടിയിലേക്കാണ് രാഹുലിന്റെ കാലത്തെ കോൺഗ്രസ് എത്തുന്നത്. യുദ്ധം പ്രഖ്യാപിക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണ് ദാരിദ്ര്യമെന്ന് പാർട്ടികൾ വീണ്ടും തിരിച്ചറിയുകയാണ്. CPM പ്രകടന പത്രികയിൽ തൊഴിലാളി വർഗ പ്രഖ്യാപനമാണ്. അടിസ്ഥാന വേതനം 18,000 രൂപയാക്കുന്നത് അടക്കമുള്ളതാണ് വാഗ്ദാനങ്ങൾ. ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സംവരണം വാഗ്ദാനം ചെയ്യുന്ന CPM പ്രകടന പത്രിക ഭിന്നശേഷിക്കാരിലേക്ക് എത്താനായി ശബ്ദരേഖയും പുറത്തിറക്കി. To protect the secular principle and democratic rights enshrined in our constitution is to enforce farmers' rights to sell their produce at a minimum support price, which is at least 50% higher than the total cost of production. Is a statutory minimum wage for workers of not less than 18,000 rupees per month, with the wages being linked to the consumer price index. CPI-യും അടിത്തട്ടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കർഷകർക്ക് ഉൽപാദന ചെലവിന്റെ പകുതി ലാഭം ഉറപ്പുവരുത്തും, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും, ആസൂത്രണ കമ്മീഷൻ തിരികെ കൊണ്ടുവരും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് CPI പ്രകടന പത്രികയിൽ. നോട്ട് അസാധുവാക്കലിനെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് മമതയുടെ തൃണമൂലിന്റെ പ്രഖ്യാപനം. നീതി ആയോഗ് പിരിച്ചുവിട്ട് പ്ലാനിംഗ് കമ്മീഷനെ തിരികെ എത്തിക്കും, GST പുനഃപരിശോധിക്കും എന്നീ വാഗ്ദാനങ്ങളും തൃണമൂൽ ഉയർത്തിക്കാട്ടുന്നു. Scheduled caste, scheduled tribes, minorities, OBC, সর্বধর্ম সমন্বয়, একতা, ঐক্য, কালচার, ইন্ডাস্ট্রি সবকিছুই আমাদের গুরুত্ব রেখেছি আমরা.
പ്രതിപക്ഷ പത്രികകളിലെല്ലാം പൊതുവായുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളിലുള്ള തിരുത്താണ്. പ്രധാനമന്ത്രിക്ക് തലവേദനയായി മാറിയ കർഷക പ്രക്ഷോഭങ്ങളെ മുന്നിൽ കണ്ടാണ് എല്ലാ വാഗ്ദാനങ്ങളും. GST പരിഷ്കരണവും നോട്ട് നിരോധനത്തിലെ അന്വേഷണവും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെക്കുന്നു. നയങ്ങളിലെ വിയോജിപ്പുകളല്ല ഇതുവരെ പ്രതിപക്ഷ ഐക്യത്തിന് തടസ്സമായിരുന്നത്. അധികാരത്തോടുള്ള ഭ്രമമായിരുന്നു പ്രശ്നം. പ്രകടന പത്രികയുടെ ഭാഷ ഒന്നായതുകൊണ്ട് മാത്രം ഐക്യം സാധ്യമാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അവകാശവാദങ്ങൾക്കും വിരാമമിട്ട് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുക. മോഡിയുടെ വ്യക്തിപ്രഭാവവും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ജനകീയതയും ഗുണകരമാകുമെന്ന് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ കോൺഗ്രസിനൊപ്പം സംസ്ഥാനത്ത് ശക്തമായ തിരിച്ചുവരവ് നടത്താമെന്ന പ്രതീക്ഷയിലാണ് ലാലു പ്രസാദ് യാദവും RJDയും. ലാലു കുടുംബത്തിലെ തർക്കങ്ങൾ മറനീക്കി പുറത്തുവന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മുഖം നൽകി. ബീഹാറിൻ്റെ രാഷ്ട്രീയ വർത്തമാനത്തിലൂടെയാണ് ദേശങ്ങളിലൂടെ ആദ്യം പോകുന്നത്. ലെ അടവുകൾ മാറ്റിപ്പയറ്റുകയാണ് BJPയും JDUവും. BJPയോടൊപ്പം നിന്നിരുന്ന JDU നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് 2014 NDA വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചത്. അന്ന് വിജയം BJPക്കായിരുന്നു. 40 സീറ്റുകളുള്ള ബീഹാറിൽ 22 സീറ്റുകളിലും BJP വിജയിച്ചു. രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 6 ഉപേന്ദ്ര കുശ്വാഹയുടെ RLSP 3 വിജയിച്ചതോടെ NDAയുടെ സീറ്റ് നേട്ടം 31. ഒറ്റയ്ക്ക് മത്സരിച്ച JDU 2 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ സഖ്യമായി മത്സരിച്ച RJD 4 കോൺഗ്രസ് 2 സീറ്റുകളിലും വിജയിച്ചു. പൊതു തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിതീഷ് കുമാർ രാജിവെച്ചു. ജിതൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി. എന്നാൽ നിതീഷ് വീണ്ടും തിരിച്ചെത്തിയതോടെ ജിതൻ റാം മാഞ്ചി ജനതാദൾ വിട്ട് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച എന്ന പാർട്ടി രൂപീകരിച്ച് NDAക്കൊപ്പം ചേർന്നു. 2015 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും RJDയുമായി മഹാസഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ പതുക്കെ കളം മാറിയ നിതീഷ് NDAയിൽ തിരിച്ചെത്തി. ഈ നീക്കത്തിനെതിരെയുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ ജനതാദൾ പിളർന്നു. ശരത് യാദവിനൊപ്പം നിന്നവർ ലോക് താന്ത്രിക് ജനതാദൾ രൂപീകരിച്ചു. ഇതോടെ RJDയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങി. 2019 എത്തുമ്പോൾ NDAയിൽ ചെറിയ മാറ്റങ്ങൾ. ജനതാദളും LJPയും മാത്രം. ഒപ്പം ഉപേന്ദ്ര കുശ്വാഹയുടെ RLSPയും ഹിന്ദുസ്ഥാനി മോർച്ചയും NDA വിട്ട് ശരത് യാദവിനൊപ്പം ലോക് താന്ത്രിക് ജനതാദളിനും കോൺഗ്രസിനും RJDക്കും ഒപ്പം ചേർന്ന് മഹാഗഡ്ബന്ധൻ എന്ന സഖ്യം രൂപീകരിച്ചു. ബീഹാറിൽ കൈവിട്ട കളിയാണ് BJP കളിക്കുന്നത്. 2014 22 സീറ്റിൽ വിജയിച്ച BJP സഖ്യം രൂപീകരണത്തെ തുടർന്ന് വെറും 17 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ജനതാദൾ യുണൈറ്റഡ് 17ഉം രാംവിലാസ് പാസ്വാന്റെ ലോക് जनशक्ति पार्टी 6 ഇടങ്ങളിലുമാണ് മത്സരിക്കുന്നത്. जमुई लोक जनशक्ति पार्टी के संसदीय दल के अध्यक्ष और जो वर्तमान सांसद है श्री चिराग कुमार पासवान जी, पटना साहिब श्री रविशंकर प्रसाद जी, बेगूसराय श्री गिरिराज सिंह जी. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പരീക്ഷണ മികവ് തന്നെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ വിഷയമാവുക. ദേശീയതയും മിന്നലാക്രമണവും പുൽവാമയുമെല്ലാം BJPയും ഉയർത്തിക്കാട്ടും. ജാതി രാഷ്ട്രീയം സജീവമായ ബീഹാറിൽ സവർണ വോട്ടുകളൊപ്പം നിർത്താൻ BJP ശ്രമിക്കുമ്പോൾ പിന്നാക്ക വിഭാഗ മേഖലകളിലെ വേരോട്ടം മുതലെടുക്കുകയാണ് ജനതാദളിന് മുന്നിലുള്ള പ്രധാന കടമ. NDA വിട്ട് കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ വന്ന ആവേശത്തിലാണ് മഹാഗഡ്ബന്ധൻ. RJDയിലുണ്ടായ ഭിന്നത പക്ഷേ മഹാഗഡ്ബന്ധനിൽ കരുനിഴൽ വീഴ്ത്തി. സീറ്റ് വിഭജനത്തിലെ അതൃപ്തിയാണ് തേജ് പ്രതാപ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ വർഷം വിവാഹിതനായ തേജ് പ്രതാപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു. സീറ്റ് വിഭജിച്ചപ്പോൾ സരണിൽ ഭാര്യാപിതാവ് ചന്ദ്രിക റായിക്ക് സീറ്റ് നൽകിയതാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. കുടുംബവഴക്കാണ് യഥാർത്ഥ കാരണമെന്ന് പറയുന്നവരുമുണ്ട്. ലാലുവിന്റെ അസാന്നിധ്യത്തിൽ RJDയിൽ ഇളയ മകൻ തേജസ്വി പ്രതാപിന് പ്രാധാന്യം ലഭിക്കുന്നതിനെ ചൊല്ലിയുള്ള അതൃപ്തി കൂടുതൽ ശക്തമായതാണ്
തേജ് പ്രതാപിന്റെ രാജിയിലും തുടർന്നുള്ള പുതിയ പാർട്ടി പ്രഖ്യാപനത്തിലും കലാശിച്ചത്. हमारे पिता के ऊपर गंदा आरोप लगा रहे हैं नीतीश कुमार, इतना घटिया आरोप लगाने का काम कर रहे हैं कि वो जेल से बात करते हैं, वो उनकी स्वास्थ्य ठीक नहीं है, उनका तबीयत ठीक नहीं है और वो इस तरीके का आरोप लगाने का काम कर रहे हैं. तब भी मैं यहाँ अपने परिवार के लिए मैं खड़ा हूँ. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ സഖ്യവുമായി RJD മുന്നോട്ട് പോയി. 19 സീറ്റിൽ RJDയും 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസും 5ഇടത്ത് RLSPയും മത്സരിക്കും. 3 മണ്ഡലങ്ങളിൽ വീതം ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും വികാസ്ശീൽ പാർട്ടിയും മത്സരിക്കുമ്പോൾ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരദ് യാദവ് മാധേപൂരിൽ RJD ടിക്കറ്റിൽ മത്സരിക്കും. CPML-ന് 1 സീറ്റും നൽകിയിട്ടുണ്ട്. दूसरी जो पार्टी है RLSP, 5 सीटें जो अनाउंस हुई थी. हिंदुस्तानी अवाम मोर्चा जो 3 सीटें जो अनाउंस हो चुका है कि इनके खाते में गया है. जो महागठबंधन की सीटें कहां गई. अब जो उम्मीदवार मान लीजिए कांग्रेस पार्टी है तो उनकी अपनी प्रक्रिया है, वो जो कुछ सीटों का जो तैयार हो चुके हैं. RJD-യിലെ ഭിന്നത പക്ഷേ മഹാസഖ്യത്തിന് തിരിച്ചടിയാകുമെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം ക്രമസമാധാന നില വഷളായതും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഭരണവിരുദ്ധ വികാരവും NDAക്ക് തിരിച്ചടിയാകുമെന്നാണ് മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് 4ാം സ്ഥാനത്തുള്ള ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിർണായകമാണ്. 7 ഘട്ടങ്ങളിലായി പോളിംഗിന് പോകുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ബീഹാറിലെ ബേഗൂസരായ്. JNU സമരനേതാവ് കനയ്യകുമാർ CPI സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് BJP സ്ഥാനാർത്ഥിയും. മത്സരം പ്രവചനാതീതം. ഒരു കാലത്ത് ഇടതു പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ബേഗൂസരായിൽ. ബേഗൂസരായുടെ തിരഞ്ഞെടുപ്പ് ചിത്രമാണ് ദേശങ്ങളിലൂടെയിൽ ഇനി. ആയിരത്തി 1952 ബഗുസരായ് മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള 62 കൊല്ലത്തിൽ 35 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ഇതിനുശേഷം ജനതാദൾ കോട്ടയായി ഈ മണ്ഡലം മാറി. പിളർപ്പിന് ശേഷം ഐക്യ ജനതാദളിനും ഒരു തവണ RJDക്കുമൊപ്പം ബഗുസരായ് നിന്നു. പക്ഷേ 2014-ലെ BJP അനുകൂല തരംഗത്തിൽ ബഗുസരായ് BJP പക്ഷത്തേക്ക് ചാഞ്ഞു. ഇതാണ് ബഗുസരായുടെ ചരിത്രം. ഇവിടേക്കാണ് CPI തങ്ങളുടെ യുവനേതാവായ കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത്. 2014-ൽ 3ാം സ്ഥാനത്തായിരുന്നെങ്കിലും 2009-ൽ CPI 2ാം സ്ഥാനത്തായിരുന്നു. CPIക്ക് മണ്ഡലത്തിലുള്ള ശക്തമായ വേരോട്ടത്തിന്റെ തെളിവാണിത്. അതിനാൽ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPI കനയ്യയ്ക്ക് ബഗുസരായിയിൽ മത്സരിക്കാൻ അവസരം നൽകിയത്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ JNU-വിൽ നടത്തിയ പ്രസംഗത്തിലെ ദേശവിരുദ്ധത ആരോപിച്ചുള്ള കേസും ശക്തമായി. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കി മുന്നേറുകയാണ് കനയ്യ. നാമനിർദ്ദേശത്തിന് കെട്ടിവെക്കാനുള്ള തുകയും പ്രചാരണ ചെലവിനുള്ള പണവും കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രചാരണത്തിന് ചൂട് ഒട്ടും കുറവല്ല. अच्छा चल रहा है और मुझे पूरी उम्मीद है जिस तरीके से लोगों का स्नेह प्यार और आशीर्वाद मिला है, इस बार लोकतंत्र जीतेगा और नोट तंत्र की हार होगी. वो प्रधानमंत्री को खुश करने के लिए ऐसा बोलते हैं. जिनको खुद पे भरोसा नहीं होता वो दूसरे की चापलूसी में अपनी जिंदगी निकाल देते हैं. ബീഹാറിലെ നവാദയിൽ നിന്ന് മത്സരിച്ച് കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് ആണ് ബഗുസരായിലെ പ്രധാന താര സ്ഥാനാർത്ഥി. LJPയുമായുള്ള സഖ്യരൂപീകരണത്തെ തുടർന്ന് നവാദ മണ്ഡലം LJPക്ക് നൽകേണ്ടി വന്ന നിരാശയിലായിരുന്ന ഗിരിരാജിനെ ഏറെ സമ്മർദ്ദം ചെലുത്തിയാണ് BJP ബഗുസരായിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. കനയ്യയെ പേടിച്ചാണ് ഗിരിരാജ് മത്സരിക്കാൻ തയ്യാറാകാത്തത് എന്നുവരെയുള്ള ആക്ഷേപങ്ങൾക്കും ഇത് വഴിവെച്ചു. താമസിച്ചാണെങ്കിലും ലേറ്റസ്റ്റായി തന്നെ ഗിരിരാജ് സിംഗ് പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ബീഹാറിലെ മുന്നാക്ക വിഭാഗമായ ഭൂമിഹാറിന് 4.5 ലക്ഷം വോട്ടാണ് ഇവിടെയുള്ളത്. ഇത് ലക്ഷ്യമിട്ടാണ് ഭൂമിഹാർ വിഭാഗത്തിൽ നിന്നുള്ള ഗിരിരാജിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. पंचायत से लेकर के प्रदेश तक लोजपा, जदयू और BJP के कार्यकर्ता एक दूसरे का संबंध ऐसा दिखे कि कोई कुछ भी कमेंट करे तो वो अच्छा लगे, लेकिन जब कोई अपना विचारधारा केवल टिकट के लिए बदल देता हो तो उस पर प्रश्न चिन्ह खड़ा हो सकता है. CPIയും ഇത്തിരി ജാതി രാഷ്ട്രീയം നോക്കി എന്ന് വേണമെങ്കിൽ പറയാം.
കാരണം ഇതേ ഭൂമിഹാർ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് കനയ്യ. ഇരു കൂട്ടരും ഭൂമിഹാർ വിഭാഗമായതിനാൽ ജാതി വോട്ട് ആർക്കു പോകുമെന്ന തെരഞ്ഞെടുപ്പിന് ശേഷമേ വ്യക്തമാകൂ. കഴിഞ്ഞ വർഷം നേരിട്ട പരാജയത്തിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൻവീർ ഹസൻ RJD ടിക്കറ്റിൽ ബഗുസരായിയിൽ നിന്ന് മത്സരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായമായ ഭൂമിഹാർ വോട്ടുകൾ വിഭജിക്കുന്നതിൽ നിന്നുള്ള നേട്ടമാണ് പ്രധാന ലക്ഷ്യം. ഭൂമിഹാറിന് ശേഷം രണ്ടാമത് ഭൂരിപക്ഷമുള്ള മുസ്ലിം വോട്ടും തൻവീർ ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം യാദവ് വോട്ടുകളും പിന്നാക്ക വിഭാഗങ്ങളുടെ 1 ലക്ഷത്തോളം വോട്ടുകളും RJDക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. बड़े अनुभवी नेताओं की टीम है राजद के साथ, इसलिए हम उस लड़ाई को लालू जी के बाहर न रहते हुए भी हम लोग लड़ लेंगे, लेकिन आशीर्वाद लालू जी का सब में विद्यमान है, जनता में उनका समर्थन विद्यमान है, इसलिए हमको चुनाव में इसका कोई फर्क नहीं पड़ेगा. അതേസമയം CPM-ഉമായും CPI-യുമായും ദേശീയ തലത്തിൽ സഖ്യമുള്ള RJD ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് വിമർശനത്തിന് ഇടയാക്കി. CPI-യുടെ യുവമുഖത്തിന് പിന്തുണ നൽകുന്നതിന് പകരം RJD സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ മഹാഗഠബന്ധനുള്ളിലെ പാർട്ടിയായ NCP-യാണ് പ്രധാനമായും വിമർശിച്ചത്. हम सभी राजनीतिक दलों से सिर्फ समर्थन की ही अपील नहीं कर रहे हैं, हम कह रहे हैं कि चलकर वहां कन्हैया कुमार के पक्ष में प्रचार कीजिए बेगूसराय में, क्योंकि कन्हैया कुमार मोदी सरकार के विरुद्ध छात्र राजनीति में प्रतिरोध के तौर पर उभरे हैं, इसलिए उनका समर्थन करना सभी लोकतांत्रिक दलों का कर्तव्य है. ഇതൊക്കെയാണ് ബഗുസരായിയുടെ പൊതുചിത്രം. ബീഹാറിലെ ലെനിൻഗ്രാഡ് എന്നറിയപ്പെടുന്ന ഈ മണ്ഡലത്തിൽ കനയ്യയിലൂടെ നേട്ടം കൊയ്യാമെന്ന ആശയിലാണ് CPI. 4ാം ഘട്ടമായ ഏപ്രിൽ 23-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ബഗുസരായ് പുതിയ ചരിത്രം എഴുതുമോ എന്ന് കാത്തിരുന്നു കാണാം. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിനായുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന പാർലമെന്റിലെ അധികാര കസേരകൾ ആരുറപ്പിക്കും? തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇഴകീറി പരിശോധിക്കുന്ന റിപ്പോർട്ടുകളുമായി ന്യൂസ് 18 ഇന്ത്യ അടുത്തയാഴ്ച വീണ്ടും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.